തൊഴിൽ ചെയ്യുന്ന കമ്പനിയിൽ എന്തെല്ലാം ഇൻസെൻറ്റീവ്, എന്തെല്ലാം പ്രതീക്ഷകൾ, എത്ര പാക്കേജ്, അവിടെ പോയി എത്ര പേർ ഈ പാക്കേജും എല്ലാം ഉണ്ടായിട്ട് വെറുതെ കാറ്റും കൊണ്ടിരിക്കുന്നു. ശമ്പളം എന്നതും ഇൻസെൻറ്റീവ് എന്നതും, ശമ്പളം ഒരു ഇൻസെൻറ്റീവാണ്. അതിൽ പ്രതീക്ഷിച്ച് നിങ്ങൾ ജോലിക്ക് കയറി, കൃത്യമായി ശമ്പളം 1-ാം തീയതി ഒപ്പിട്ട് വാങ്ങുന്നു. ഗവൺമെൻറ് അംഗീകരിച്ച ലീവും അതുകൂടാതെ സൂത്രത്തിലുള്ള ലീവും താമസിച്ച് ചെല്ലുന്ന 1 മണിക്കൂറും 2 മണിക്കൂറും കൂട്ടിയാൽ അനേകം ലീവും ചേർന്നതാണ് നിങ്ങളുടെ ജോലി സ്ഥലം. പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, നിയമേനയുള്ള കാഷ്വൽ ലീവ്, മെഡിക്കൽ ലീവ്, ഇതെല്ലാം ശരിയാണോ? ഇതൊക്കെയുള്ള നിങ്ങൾ തൊഴിലാളികൾ ഈ ഇൻസെൻറ്റീവ് എല്ലാം മേടിച്ച് പണിയെടുക്കാതെ എത്ര പേർ, ആ മേടിക്കുന്നതിനനുസരിച്ച് പണിയെടുക്കാത്ത എത്ര പേർ, ഈ പണിയിൽ കയറിയിട്ട് തൊഴിലാളിയുടെ യൂണിയനും തൊഴിലാളിയുടെ നിലയും വേണ്ടി വാദിക്കുന്ന തൊഴിലാളി യൂണിയനുകളും തൊഴിലാളികളും ഈ പണി ചെയ്യാതെ അവധിയെടുത്ത് മാറി നിന്ന് കൂലിക്കാളെ വെച്ച് പണിയിപ്പിക്കുന്ന നിലകളെത്ര? ഇലക്ട്രിസിറ്റി ബോർഡ്, സബ് രജിസ്ട്രാർ ഓഫീസിൽ ശമ്പളവും കിമ്പളവും എല്ലാം വാങ്ങിക്കുന്നവൻ കമ്പ്യൂട്ടറിൽ അടിക്കാൻ എല്ലാവരും കൂടെ ചേർന്ന് 2 പെങ്കൊച്ചുങ്ങളെ നിർത്തി വൈകുന്നേരം ആവുമ്പോഴേക്ക് ഇത് മുഴുവൻ ഈ പാവങ്ങൾ അടിച്ചു തീർത്ത ഡെയിലി വേജ് സ്റ്റാറ്റിസ്റ്റിക്സിൽ 100 രൂപ ചന്തിക്കൊരടി ഒരു ചായയും കൊടുത്തു വിടുന്ന കേസ് എത്രയാണ് കേരളത്തിൽ? ഇൻസെൻറ്റീവും ശമ്പളവും കർമ്മത്തെ ഉണ്ടാക്കുമെങ്കിൽ ഈ പിള്ളേരെ വിളിച്ചിരുത്തി പീഡിപ്പിച്ച് പണിയെടുക്കണോ? ഇവളുമാര് പണിയെടുത്താൽ പോരെ? 50,000 രൂപ ശമ്പളം മേടിക്കുന്ന മറ്റാനുകൂല്യങ്ങളുള്ള ലൈൻമാൻ 250 രൂപയ്ക്ക് വേറൊരുത്തനെ പോസ്റ്റേ കയറ്റുന്ന കാലത്ത് ഇൻസെൻറ്റീവും ശമ്പളവും ഒന്നും കർമ്മം ചെയ്യാൻ പര്യാപ്തമല്ലെന്നുള്ളതിൻ്റെ തെളിവല്ലേ? കർമ്മത്തിലേക്ക് കയറുമ്പോൾ കർമ്മം അവൻ്റെ കോശങ്ങളിൽ സർജീകരിച്ചിട്ടുള്ളതല്ലെങ്കിൽ കർമ്മം അവൻ ചെയ്യില്ല. സർജീകരിച്ചിട്ടുള്ളതാണെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും ചെയ്യും. ഈ ശമ്പളം മേടിക്കുന്നവൻ 1 പൈസ ശമ്പളം മേടിക്കാതെ ഒരു കാര്യമില്ലാതെ പോകുന്ന വഴിക്ക് ഏതെല്ലാം മരത്തെ കയറിയിട്ടുണ്ട്, എത്ര തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഓടുന്ന പശുവിനെ പിടിച്ചു കെട്ടാൻ പോയിട്ടുണ്ട്. ഞായറാഴ്ചയും മറ്റും കാലത്ത് മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ടുണ്ട്. ഓഫീസിൽ നിന്ന് ജോലി പറ്റുകയില്ലാത്ത ഇവൻ വീട്ടിൽ വന്ന് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കൈ കഴുകാൻ പോലും മേലാതിരിക്കുന്ന ഭാര്യ കൈ കഴുകി കഴിഞ്ഞാൽ നിറം മാറിപ്പോകും. അതുകൊണ്ട് ഇവളെ ആ ചില്ലുകൂട്ടിലിരുത്തി ചപ്പാത്തി പരത്തുക, ചുടുക, ഇവളുടെ തുണി ഉൾപ്പെടെ അലക്കുക. നിങ്ങൾ ഇവിടെയൊക്കെ ഈ മാന്യന്മാരായി വരുന്നവർ രാവിലെ ഏറ്റിരുന്ന് ലാട്രിനിലേക്ക് പോകാൻ തുടങ്ങുന്നതിന് മുമ്പ്, പല്ല് തേക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എഴുന്നേറ്റ് വരുമ്പോഴേ ആ തേങ്ങാതിരുമ്പി വെച്ച് പോയാൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അണ്ടർവെയർ മാത്രമേ ഇട്ടിട്ടുണ്ടാവുള്ളൂ. കയറിയിരുന്ന് തേങ്ങാ തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഞാനങ്ങ് കയറി വരുന്നത്. ഇൻസെൻറ്റീവ് കർമ്മം ചെയ്യിപ്പിക്കുമെങ്കിൽ ലോകത്തൊരു കർമ്മവും നടക്കില്ല. ഇൻസെൻറ്റീവ് കർമ്മം ചെയ്യിപ്പിക്കുമായിരുന്നെങ്കിൽ ഇന്ന് കർമ്മത്തിന്റെ മേഖല വളരെ ഉയരേണ്ടതാണ്. ഇൻസെൻറ്റീവ് വളരെ ഉയർത്തിയ കേരളത്തിൽ ഇന്ന് കൃഷിയില്ല. ഈ ഇൻസെൻറ്റീവ് ഒന്നുമില്ലാത്ത ആന്ധ്രയിലും തമിഴ്നാട്ടിലും കൃഷിയുണ്ട്. ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നിട്ടല്ല പണ്ട് വാഴ വെച്ചതും ചേന നട്ടതും ഒക്കെ, പശുവിനെ കുളിപ്പിച്ചതും പാല് കറന്നതും ഒന്നും ഇൻസെൻറ്റീവിലല്ല. ഇൻസെൻറ്റീവ് ഏറ്റവും കൊടുത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ വില നിലവാരത്തിലേക്ക് ഒരിക്കലും കാർഷിക വസ്തുക്കളുടെ വില നിലവാരം ഉയരാത്തതും അതുകൊണ്ടാണ്. 15 കൊല്ലത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു വച്ച് നിങ്ങൾ ഉടുക്കുന്ന വസ്ത്രങ്ങളുടെ, നിങ്ങളിടുന്ന ചെരുപ്പുകളുടെ, നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന വാച്ചുകളുടെ, നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ, നിങ്ങൾ വാങ്ങുന്ന സാധനങ്ങളുടെ വില നിലവാരത്തിൻ്റെ സൂചിക, അതിൻ്റെ വർധനവിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചുകൊണ്ട് 15 കൊല്ലത്തെ അരിയുടെ, പലവ്യഞ്ജനങ്ങളുടെ വില സൂചിക ആ വർധനവിൽ നീങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കുമ്പോഴാണ് ഇൻസെൻറ്റീവ് അല്ല അവശ്യ വസ്തുക്കളുടെ ഉൽപാദന പ്രക്രിയയിൽ ഇന്നും ഇന്ത്യയിൽ നടക്കുന്നത് എന്ന്, പാരമ്പര്യമാണ് നടക്കുന്നത് എന്ന് ബോധ്യവും. ചോട്ടിൽ കിളയ്ക്കാൻ തെങ്ങിൻ്റെ ചോട്ടിലും റബ്ബറിൻ്റെ ചോട്ടിലും കിളയൊരുപോലെയാണ്. വളം ചുമന്നുകൊണ്ടിരുന്നത് തെങ്ങിന് കൊണ്ടിരുന്ന വളം ചുമക്കുന്നതും റബ്ബറിന് ചുമക്കുന്ന വളം ചുമക്കുന്നതും ഒരുപോലെ തലേ ഭാരം വെച്ചാണ്. ശരിയല്ല. പക്ഷേ കഴിഞ്ഞ 50 കൊല്ലത്തെ തേങ്ങയുടെ വിലയും അതിൻ്റെ വർധനവിൻ്റെ സൂചികയും റബ്ബറിൻ്റെ വർധനവിൻ്റെ സൂചികയും, റബ്ബർ തിന്നാതിരിക്കുമ്പോഴും നിത്യവും തിന്നുകൊണ്ടിരിക്കുന്ന തേങ്ങയുടെ, കുടിച്ചുകൊണ്ടിരിക്കുന്ന വെളിച്ചെണ്ണയുടെ അടിസ്ഥാനത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്ക്. പാരമ്പര്യ നിലകളിൽ തെങ്ങ് നിൽക്കുകയും വളരുകയും അതിന് ഇൻസെൻറ്റീവ് ഇല്ലാതെ തന്നെ ഉണ്ടാകാൻ കഴിയുകയും ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ ഞാനും ഞണ്ണുന്നത്. കർമ്മം സ്വഭാവം മാത്രമാണ്. സ്വാഭാവിക കർമ്മങ്ങളെ തെങ്ങ് വെക്കുന്നിടത്തുള്ളൂ. അതുകൊണ്ടൊരു കരിക്ക് പറിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല. മറിച്ച് സ്വാഭാവികമല്ലാത്ത കർമ്മമായതുകൊണ്ടാണ് ഒരു നാടൻ പന്തുണ്ടാക്കാൻ പിള്ളേര് കുറച്ച് തുണിയും ചുറ്റി നേരെ ചെന്ന്
ഒരു ചിരട്ടയ്ക്കകത്തെയോ ചിരട്ടയിൽ നിന്ന് മണ്ണിൽ വീണതോ ആയ പാലിലതൊന്ന് മുക്കിയെടുക്കാം എന്ന് വിചാരിച്ച് കയറിയാൽ മുതലാളി വെടിവെച്ച് കൊല്ലുന്നത്, അല്ലെങ്കിൽ കറണ്ട് കമ്പി ഇട്ട് പിടിപ്പിക്കുന്നത്. കേരളത്തിൽ 16-ലധികം കേസുകൾ ഈ നിലയിലുണ്ട്. ഒട്ടുപാലെടുക്കാൻ കയറിയ പിള്ളേരെ കാലുതല്ലി ഓടിച്ചതോ കറണ്ടിട്ട് പിടിപ്പിച്ചതോ ഒക്കെ ആയിട്ട്.